നമ്മൾ പണ്ട് ഈ പ്രോഗ്രാമിങ് ബ്ലോഗും അതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ചോദിക്കും പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ലാപ്ടോപ്പാണ് ഞാൻ മേടിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ പറയും പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റേതായ ലാപ്ടോപ്പ് പഠിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ വെബ് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ സാധാരണ ഒരു ലാപ്ടോപ്പ് മേടിച്ചാൽ മതി. ഒരു 8 അല്ലെങ്കിൽ 16 GB റാം, i5 അല്ലെങ്കിൽ i7 അങ്ങനെ പ്രോസസ്സറുള്ള ലാപ്ടോപ്പ്. അതല്ല നിങ്ങൾ ഈ ഐഫോൺ അല്ലെങ്കിൽ മാക്കിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക് ബുക്ക് മേടിക്കണം, അല്ലാണ്ട് പറ്റില്ല. ഇനി അതുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് മേടിക്കണം. സാധാരണ ലാപ്ടോപ്പിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ് അതൊന്നും ഓടില്ല, നന്നായിട്ട് സ്ലോ ആയിരിക്കും. ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു 6 മാസം മുന്നേ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിക്കാറുണ്ടായിരുന്നു. അതായത് ഈ ഇരുണ്ട മുറിയിൽ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സില്ലേ അവരോട്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി പോവുക, ഫോർഗ്രൗണ്ടിലുള്ള ആളോ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫോക്കസ് ആയിട്ട് കിട്ടും. അങ്ങനെ ചോദിച്ചാൽ അവർ പിന്നെ ഒരു ഘോര പ്രസംഗമാണ്. അതായത് ഇവിടെ കീ ലൈറ്റ്, ഇവിടെ ഫിൽ ലൈറ്റ്, മേളിലിങ്ങനെ ഹെയർ ലൈറ്റ്, പിന്നെ പുറകിൽ LED ലൈറ്റ്, ലൈറ്റിൻ്റെ ബഹളമാണ്. ഈ പറഞ്ഞ ലൈറ്റിനെല്ലാം കൂടെ ഒരു 10-20,000 രൂപ പൊട്ടുട്ടോ, അത് വേറെ കേസ്. പിന്നെ പറയുന്നത് മൈക്കാണ്. ക്യാമറയിലുള്ള മൈക്ക് ശരിയാവില്ല, അതുകൊണ്ട് എക്സ്റ്റേണൽ മൈക്ക് മേടിക്കണം. അതും ഓക്കെ. അങ്ങനെ കുറേ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ല ചേട്ടാ ഈ ക്യാമറ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരൊരു ഡയലോഗുണ്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയാണ് ലോകത്തെ ഏറ്റവും നല്ല ക്യാമറ, അതിൽ നമ്മൾ വീണ് പോകും. എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറ എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്ക് മേലുള്ള ക്ലാരിറ്റി ഉണ്ടേ, അതുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവർ പറയും അതിൻ്റെ സെറ്റിങ്സ് പഠിക്കാത്തതുകൊണ്ടാണ്, അതിൻ്റെ അപ്പറേച്ചർ ശരിയാക്കണം, അതിൻ്റെ എക്സ്പോഷർ ശരിയാക്കണം, ഷട്ടർ സ്പീഡ് പോരാ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി കോഴ്സ് മൊത്തം പഠിച്ചാലേ നമുക്ക് കൊള്ളാവുന്ന യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി ഇടാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലാണ് അവർ പറയുക. പക്ഷേ 6 മാസം മുന്നേ ഒരു ഐഫോൺ മേടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ അല്ല ഏറ്റവും നല്ല ക്യാമറ. ലോകത്ത് നല്ല അടിപൊളി കൊള്ളാവുന്ന ക്യാമറകളുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടില്ലാതെ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയിടാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കണമെങ്കിൽ ഐഫോണിലാണെങ്കിൽ പുതിയ ഫീച്ചർ ഉണ്ട്, സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ട്. അത് ചുമ്മാ സിനിമാറ്റിക് മോഡിൽ എടുത്താൽ മതി, അപ്പോൾ തന്നെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി പോയിക്കോളും. ഐഫോണിനെ പ്രൊമോട്ട് ചെയ്യില്ല, ഇതേ ഫീച്ചർ തന്നെ വേറെ സോണിയുടെ CV1 അങ്ങനെ പല ക്യാമറകളും ഉണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്യം ഒരു സിനിമയിലെ ക്യാമറമാൻ ആവുക എന്നല്ലല്ലോ. അതാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് ചെറുതായിട്ട് ഒരു വീഡിയോ ചാനൽ യൂട്യൂബിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട ക്യാമറ സെറ്റിങ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവർ പറഞ്ഞനുസരിച്ച് ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കി. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാതിരി ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അതിനകത്ത് ഈ ഡെപ്ത് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ പോയിട്ട് ബ്ലറാക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ കുറേ സമയം ഇരുന്ന് പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വലിയ സോഫ്റ്റ്വെയർ മേടിക്കണം. പിന്നെ എൻ്റെ ഉണ്ടായിരുന്നതാണ് ഈ നിക്കോൺ D5100 എന്ന ക്യാമറയാണ്. ഇതിനകത്താണെങ്കിൽ അടിപൊളിയായിട്ട് ഫോട്ടോ വരും, പക്ഷേ വീഡിയോയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഇതിന് ഓട്ടോ ഫോക്കസ് ഭയങ്കര സ്ലോയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തല ഒന്ന് അനങ്ങി എങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫോക്കസ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്യാമറ ഫോക്കസ് തിരിച്ചു പിടിക്കുള്ളൂ. ഈ നിക്കോണിൻ്റെ D5100 ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ വളരെ എളുപ്പമാട്ടോ. ഒരു പ്രൈം ലെൻസ് മേടിച്ചിട്ടാൽ മതി, പറയുമ്പോൾ പറയണല്ലോ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ കൊണ്ട് സ്പോർട്സ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് അതിൻ്റെതായ ക്യാമറ മേടിക്കണം. അപ്പോൾ ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ അറിയാലോ, ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഓടുന്നൊരു ക്യാമറയാണ് ഈ GoPro. ഇതുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ഷൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതേപോലെ വെള്ളം നനയാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ റോഡ് പണിയാണ് അല്ലെങ്കിൽ കുറച്ച് വൈഡ് ആംഗിളിൽ വേണ്ട കാര്യങ്ങളാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൊബൈലിൽ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മറ്റേ ക്യാമറയിലും കാര്യമില്ല. അതിന് ഇതുപോലെ ഡ്രോൺ വേണം. നമ്മുടെ നാട്ടിലിപ്പോൾ NH66 പണിയുന്നുണ്ടല്ലോ 6 വരിയായിട്ട്. അപ്പോൾ അതിൻ്റെ പണികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട്. അതിൽ പലരും ഇതുപോലെ ഓട്ടോറിക്ഷയിലും ബൈക്കിലും പോയിട്ട് എടുക്കണേ. പക്ഷേ അവന്മാർ എങ്ങനെ എടുത്താലും ആ ഒരു ഗുമ്മ വരെ സാധ്യതയില്ല. അതിന് ഇതുപോലെ ഡ്രോൺ തന്നെ വേണം. അപ്പോൾ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ആദ്യത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാമറ വെച്ച് ഇടാം. കാരണം നമ്മൾ ആ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ ഇടയ്ക്ക് നിർത്തി പോകാം, നമുക്ക് അതിൻ്റെ ഒരു ഇഷ്ടം നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ആദ്യമേ തന്നെ കയ്യിലുള്ള പൈസ മൊത്തം ഇറക്കി ക്യാമറ മേടിക്കുന്നതല്ല. ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് നമുക്ക് യൂട്യൂബ് ഉണ്ടാക്കുന്ന നമുക്ക് ഇഷ്ടമുണ്ട്, അത് തുടരാമെന്നുള്ളതാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ക്യാമറ മേടിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരുന്നിട്ട് പറയുന്ന വീഡിയോകളാണെങ്കിൽ അതിനുള്ള ലൈറ്റും അതുപോലെ സെറ്റപ്പുകളൊക്കെ മേടിക്കണം. അതല്ല നമ്മൾ പുറത്തോട്ട് ട്രിപ്പുകൾ പോവാണ്, നമ്മൾ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നുണ്ട്, അങ്ങനത്തെ സാഹസികമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ GoPro അല്ലെങ്കിൽ അതുപോലത്തെ ആക്ഷൻ ക്യാമറ മേടിക്കുക. അതല്ല നമ്മളിപ്പോൾ ഈ ഹൈവേ പണിയുന്നതിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ കുറച്ച് വലിയ ഏരിയയിൽ കാണിക്കേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ മേടിക്കുക. ഞാനിത് പറയുമ്പോഴായിരിക്കും ഞാൻ ഏതോ വലിയ ചാനൽ നടത്തുവാണ്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കൂടെ 100 ചില്ലാൻ ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമുക്ക് പറ്റി ഇതുപോലത്തെ ഒരു അബദ്ധം ഇനി ആരെങ്കിലും പറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയുന്നതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ചോദ്യങ്ങളൊക്കെ കമന്റിൽ എഴുതുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.